സംഘടന തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. ഓ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ചില പെൺകുട്ടികളെ പോലെ കണ്ടവരൊക്കെ സ്ട്രീമിൽ പോയിരുന്ന ഡാൻസും തുള്ളി പറിച്ചുണ്ടാക്കിയൊന്നുമല്ല. നിങ്ങൾ എന്ത് പ്രാന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. പക്ഷേ ഫ്ലാഷ് ബാക്കിലാണ് യഥാർത്ഥ സംഭവം നടക്കുന്നത്. സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഇതാണ് ലൈഫ് ഗെയിം. ഊതടാ ഊത്, അടുപ്പിൽ ഊതനവന്റെ ആത്രത്തിൽ തന്നെ ഊത്, ഒറ്റെണ്ണം നേരെയാവില്ല. കണ്ടാന്റെ അവിടെയൊക്കെ പോയി ഉണ്ടാക്കിയോളന്നല്ല ഞാൻ. മനസ്സിലായോ? അത് ശരി. അപ്പൊ തല്ലുകൊള്ളാൻ കണക്കാക്കി തന്നെ അറിഞ്ഞിരിക്കുകയാണല്ലോ. ഞങ്ങൾ എന്തിനും തയ്യാർ. 10th മെമ്പറിനെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അമ്മ കൈവിലെല്ലാം കിടന്ന് മെഴുകുന്നുണ്ടായിരുന്നത്. എടി മഞ്ഞത്തവളെ, നീ മഞ്ഞത്തവളെ അല്ലടി, ചൊറിത്തവളയാടി. ഉള്ള ട്രോളന്മാരടുത്തും വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന പിള്ളേരടുത്തൊക്കെ എടാ എന്റെ ക്ലിപ്സ് ഒക്കെ കൊണ്ടുപോയി അവിടെ ഇടടാ, തൊപ്പിയുടെ അടുത്ത് ഇടടാ, എന്നെ അടുത്ത മെമ്പറായി എടുക്കട്ടെ, എന്റെ വീഡിയോസ് ഒക്കെ അവിടെ ഇടടാ, ഞാൻ തൊപ്പിയുടെ അടുത്ത് പോകട്ടെടാ. തൊപ്പിയുടെ എല്ലാം അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഇമ്മാതിരി കളി കളിച്ചത്. നിന്റെ ഈ കളിയൊന്നും എനിക്ക് കളിക്കേണ്ടി വന്നിട്ടില്ല. നിന്റെ കയ്യിലിരിക്കുന്ന ഈ ചീപ്പുണ്ടല്ലോ, അതിനേക്കാൾ വലിയ ചീപ്പാണ് നീ. മനുഷ്യൻ ഇത്രക്ക് ചീപ്പാവരുത്. എന്നെ അവന്റെ ലൈവിലേക്ക് ഗസ്റ്റ് ആയിട്ട്, സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ പോയത്. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. അല്ലാതെ നീ കാണിക്കുന്നതൊക്കെ കടക്കി എന്നെ ഇരക്കേണ്ട ആവശ്യമൊന്നും ഇറക്കില്ല. സാറ് കേട്ട് കാണുമല്ലോ, 2 മലകൾ തമ്മിൽ ചേരും, പക്ഷെ 4 തമ്മിൽ ചേരില്ല. ഈ വീഡിയോ എപ്പോഴത്തെ 2.5 വർഷം മുന്നേ ഉള്ള വീഡിയോ ആണത്. നീ അന്നേരം എന്ത് ചെയ്യുന്നു? നീ മറ്റേ അണ്ണാ ഒരു ക്രെഡിറ്റ് കാർഡ് തരുമോ, ഒരു കാർഡ് എടുക്കോ, ഒരു അക്കൗണ്ട് കൊടുക്കുമോ എന്ന് നീ പറഞ്ഞ് നടക്കുന്ന ആ ടൈമിൽ നിന്റെ നടപ്പും പത്രാസൊക്കെ സ്വന്തം കയ്യിൽ വെച്ചാൽ മതി. എന്റെ അടുത്ത് വേണ്ട. മമ്മിയുടെ മോളല്ല, സാക്ഷാൽ ദേവേന്ദ്രൻ വെച്ച മുത്തുപട്ടറ മോളാണെങ്കിൽ അഭ്യാസം എന്റെ അടുത്ത് ഇറക്കിയുണ്ടല്ലോ, ആർട്ടിച്ചിനെ പല്ലിയങ്ങളിൽ. സ്ട്രീമിംഗ് എന്നൊക്കെ പറഞ്ഞ സമയം ചിന്തിക്കുന്നതിന് മുന്നേ ഉള്ള സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണിത്. അഭിമാനത്തോട് പറയും, ഇന്നത്തെ കാണുന്ന തൊപ്പിയുടെ അല്ല, ആ തൊപ്പിയുടെ ഫസ്റ്റ് ലൈവ് സ്ട്രീമില് ഏറ്റവും ആദ്യമായിട്ട് ഗസ്റ്റ് ആയിട്ട് വന്ന ആള് ഞാനാണ്. എന്താ സംശയമൊക്കെ മാറിയോ? എല്ലാ സംശയവും തീർന്നു. ഗെയിം കളിച്ചിട്ട് നമ്മൾ രണ്ടാളും ഗെയിം കളിച്ചിട്ട് അതിന് സ്കില്ല് വേണം. അതിന് ഈ കോണ മാത്രം പോരാ, അതിന് സ്കില്ല് വേണം. അതിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് നല്ല ജനറൽ നോളജ് ഉണ്ട്. ഞങ്ങളുടെ ടീമിനോടെങ്ങാനും ഉടക്കം വന്നാലുണ്ടല്ലോ, നിന്നെ വെറും തെണ്ടി പിള്ളേരെ കൊണ്ട് ഞാൻ തല്ലിക്കും. കാണണോ പാൻസി ഗെയിംസ് കളിക്കാനും അതിന്ന് നല്ലപോലെ ഗെയിം പ്ലേയിലൊക്കെ കൊണ്ടുപോയി അതിന്ന് ആൾക്കാരെ ഫാനാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഗെയിമിന് സ്കില്ല് വേണം. അത് നിനക്കില്ലാത്ത സാധനം. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. കാലത്ത് തന്നെ ചമ്മലായി. തലയ്ക്കും നെഞ്ചിലും തുള വീഴുന്നതിലും ഭേദമല്ലേ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.